ഭാവിയിലേക്കുള്ള 10ാം ക്ലാസ് എക്സാം കുട്ടികൾ മറക്കാൻ സാധിക്കാത്ത സ്കൂൾ ജീവിതം സങ്കടത്തോടെ യാത്ര പറഞ്ഞ് ഇന്നലെ കുട്ടികൾ വീടുകളിൽ പോയി. സ്കൂൾ ജീവിതം പോലെ സന്തോഷമുള്ള ജീവിതം ഇനി ഏതൊരു അധ്യായത്തിലും നമുക്ക് വരത്തില്ല. വഴിയോര കച്ചവടം, പാതിര കച്ചവടം തടയണം. മയക്കുമരുന്ന് മാഫിയകളാണ് പാതിര കച്ചവടക്കാർ. അതെല്ലാം നിർത്തലാക്കണം. അതിന് ഒരു നടപടി എടുത്തേ തീരൂ. റോഡുകളിലൊക്കെ പയ്യന്മാരും മുതിർന്നവരും ഒക്കെ ഈ മയക്കുമരുന്നിന് വേണ്ടി തിങ്ങിക്കൂടുന്നത് ഈ തട്ടുകട സ്വാധീനിച്ച് പാതിര കച്ചവടമാണ്. ഈ പാതിര കച്ചവടം നിർത്തിവെക്കണം. 7 മണി കഴിഞ്ഞാലുള്ള കച്ചവടം വേണ്ടാന്ന് വെക്കണം. റോഡുകളിൽ ഹോൺ മുഴക്കിയത് മർദ്ദിക്കുന്ന കാലമായി വരുന്നുണ്ട്. വാഹനങ്ങൾ ഹോൺ മുഴക്കാൻ പാടില്ല. ഹോൺ മുഴക്കിയാലല്ലേ ഫ്രണ്ടിലെ വാഹനം പോകും. കർശനമായിട്ടങ്ങ് ഒരുപാട് സമയം മുഴക്കുണ്ടാകും. ബ്ലോക്കാണെങ്കിൽ അവർക്ക് മുഴക്കിയാലും പോകാൻ പറ്റത്തില്ല. അതൊക്കെ നമുക്ക് CCTV ക്യാമറ കാണാൻ പറ്റുമല്ലോ. മയക്കുമരുന്നിന് അടിമയായ മകൻ മാതാവിനെയും പിതാവിനെയും കൊല്ലാൻ ശ്രമിക്കുന്നു. ഉപദ്രവിച്ച് അവർ റോഡിൽ കടത്തിണ്ണയിൽ കിടക്കേണ്ട ഗതികേട് വന്നിട്ടുള്ള കാലമായി. ഇതിനെല്ലാം കർശനമായ നടപടി എടുക്കണം. നിരത്തിലിറങ്ങുന്ന എല്ലാ വാഹനങ്ങളെയും പരിശോധിക്കണം. മയക്കുമരുന്ന് വേട്ടയ്ക്കായി 1 ഗ്രാം ആയാലും 35 ഗ്രാം ആയാലും നടപടി ഒരുപോലെ തന്നെ. കൽപ്പറ്റയിൽ കണ്ടോ, പോലീസിൻ്റെ പിടിയിലായി റിമാൻഡിൽ കിടക്കുന്ന ഒരു തുമ്പിപ്പെണ്ണ്, കോട്ടയംകാരി. അവളെ മയക്കുമരുന്നായി കടുത്ത ശിക്ഷ കൊടുക്കണം അവൾക്ക്. കോട്ടയത്ത് കുട്ടനാട് നെൽകൃഷി ചെയ്ത് ജീവിക്കാൻ ആൾക്കാരുടെ നെൽസംഭരണി നിറഞ്ഞിരിക്കുന്നത് വിറ്റുപോകാൻ സാധിക്കാതെ മഴയത്ത് ഒലിച്ചു പോകാൻ വേണ്ടി അവർ നെല്ല് കൂമ്പാരമായി ഇട്ടേക്കുന്നവർ. എന്തുമാത്രം ഈ കൃഷിക്കാർക്ക് കാശ് കൊടുത്ത് കൂലി കൊടുത്താണ് ആ നെല്ല് സംഭരിച്ച് വെച്ചേക്കുന്നത്. അതിനെ വിൽക്കാൻ മില്ലുകാർ സമ്മതിക്കണം. എന്ന് വെച്ചാൽ മില്ലുകാർക്കെന്ന് വെച്ചാൽ പകുതി വിലയ്ക്ക് കിട്ടാൻ വേണ്ടി മഴ പെയ്യുമ്പം ഇവരെങ്ങനെയെങ്കിലും വിറ്റ് പോയാൽ മതി എന്ന് പറഞ്ഞ് നിസ്സാര വിലയ്ക്ക് കൊടുക്കും. അപ്പം ഈ കർഷകർക്ക് അത് നഷ്ടമാണ്. അവർക്കത് ജീവിച്ച് എന്തെങ്കിലും ലാഭം കിട്ടി അവർക്ക് വീട്ടിൽ വരുമാനമാർഗ്ഗം ഉപജീവനം കഴിയാൻ സാധിക്കില്ല. അങ്ങനെ മില്ലുകാരങ്ങനെ വാശി പിടിച്ച് അവരെ കൃഷിയെ നശിപ്പിക്കാൻ വേണ്ടിയിരിക്കുന്നത്. അത് നമ്മൾ സർക്കാർ തന്നെ മുൻകൈ എടുത്ത് ആ നെല്ല് സംഭരണി നമ്മുടെ കച്ചവടം ഉറപ്പിച്ചു കൊടുക്കണം അവർക്ക് ജീവിക്കാൻ വേണ്ടി. നമ്മളെ കർഷകരെ ഒന്നും നമുക്ക് വിട്ടുകൂടാ. കർഷകർ നല്ലതാണ്. നമുക്ക് വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മൂലം സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ജീവിക്കേണ്ട ഒരു ഘട്ടമാണ് വരുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തും തീരുമാനം ഉണ്ടായേ പറ്റൂ. അതുപോലെ തന്നെ ഇപ്പം കുട്ടനാടും കോട്ടയത്തും എല്ലാം അത് തന്നെയാണ്. ഇപ്പോൾ ഉരുൾപൊട്ടൽ ദുരിതബാധിതർ വയനാട് മുണ്ടക്കയത്ത് അത് ബാങ്ക് ലോൺ എഴുതി തള്ളൂല എന്നുള്ള കർശന നടപടിയാണ് ഇരിക്കുന്നത്. അങ്ങനെ ആയാൽ ആൾക്കാരെല്ലാം ജനങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട വക്കിലാവും. അവർ ദുരിതബാധിതർക്ക് ജീവിക്കാൻ ഒരു വഴിയും ഇല്ലാതിരിക്കുകയാണ്. അതുകൊണ്ട്